ആ. ഇത് നമ്മൾ 3 ദിവസത്തെ വ്ളോഗ് കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ഒറ്റ വീഡിയോ കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ കുറച്ചൊരു ട്രാജഡിയാണ്. കാരണം എനിക്ക് പീരിയഡ്സിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ. ഇത് ഞാൻ അന്ന്, അതായത് പിറ്റേ ദിവസം പുലർച്ചെ 2:06 എണീച്ചിരിക്കുന്നുണ്ട്. ആക്ച്വലി 1 മണിക്ക് ഞാൻ ഉറക്കം ഞെട്ടിയിട്ട് എനിക്ക് വയറുവേദനയായിട്ട് ഒട്ടും സഹിക്കാൻ പറ്റിയിട്ട് ഞാൻ റൂമിൽ തന്നെ ഇരിക്കുമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ഇപ്പോഴൊന്നും നിൽക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന്. യൂഷ്വലി എനിക്കിങ്ങനെ ഉണ്ടാവാറുണ്ട്. ഒരു ഉച്ചയാകുമ്പോഴാണ് എനിക്ക് 14th ഉച്ചയാകുമ്പോഴാണ് എനിക്ക് പീരിയഡ്സ് ആയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം എനിക്ക് പിന്നെ ഉറക്കം ഉണ്ടാവാറില്ല. രാത്രി നൈറ്റ് കിടക്കുന്ന സമയത്ത് ഉറക്കേ ഉണ്ടാവാറില്ല. ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള പെയിനായിരിക്കും. അപ്പോൾ അമ്മമ്മ ഇങ്ങനെ ഇതുപോലെ ജീരകം ഉലുവയൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഫ്ലാസ്കിൽ അത്ര ചൂട് നിന്നില്ല. നല്ല ചൂട് നിൽക്കുന്നതാണ്, എനിക്കറിയില്ല അമ്മമ്മ കൂട്ടിയതിൻ്റെ പ്രശ്നം എന്താ അറിയില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് അതൊന്നും കൂടി ചൂടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വയറൊക്കെ അമർത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ വേദനയുണ്ടോ? എനിക്ക് പീരിയഡ്സ് ആയ ടൈം മുതൽ ഇതുപോലെ തന്നെ വേദനയുണ്ട്. ഒരു മാറ്റവും ഇല്ല വേദനക്ക്. പിന്നെ ഞാനത് ഈ ഒരു വെള്ളം കുടിക്കുകയാണ്. പക്ഷേ ഈ വെള്ളം കുടിച്ചിട്ടൊന്നും എനിക്ക് കുറവേ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. ഈ വെള്ളം കുടിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കുറേ ഗ്യാസ് ട്രബിളും കാര്യങ്ങളൊക്കെ ഒഴിവാവും. അപ്പം കുറച്ചുകൂടി നമ്മളെ വയറൊരു ഫ്രീ ആയ പോലെ തോന്നും. അല്ലെങ്കിലും ഉലുവ വെള്ളം പീരിയഡ്സ് ആകുന്ന സമയത്ത് നല്ലതാണ്, പണ്ട് മുതലേ ഞാൻ കുടിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ എനിക്കെന്തോ അതൊന്നും കുടിച്ചിട്ട് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ ഹോട്ട് ബാഗ് ആണെങ്കിൽ ഇപ്പം എവിടെയോ കഴിഞ്ഞ തവണ എടുത്തിട്ട് എവിടെയോ വെച്ചിട്ട് ഇപ്പം കാണുന്നില്ല. ഈ പാതിരാത്രി എണീച്ചിട്ട് തപ്പാനും വയ്യാത്തൊരവസ്ഥ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നോർമലി ഉള്ള എൻ്റെ മെക്കാനിസം, അതായത് ചൂടുവെള്ളം ബോട്ടിലാക്കിയിട്ട് കുറച്ച് സമയം വയറിൽ വെച്ചിരുന്നു. കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി. കാരണം ഞാൻ തലേ ദിവസം ഒരു 6:30 ആകുമ്പോഴായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ഉച്ചക്കൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം കൂടി ഞാൻ വൈകുന്നേരമാണ് കഴിച്ചിട്ടുണ്ടായത്. അങ്ങനെ ഒരു 2 ഡേറ്റ്സൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ പാറുവിനാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഹെൽത്തി ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സാധനം കൂടി, അതിന് ലാസ്റ്റ് പീസ് ഒന്നും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതും എടുത്ത് കഴിച്ചു. ഇതിൻ്റെ പുറമേ ഉള്ളത് ഡാർക്ക് ചോക്ലേറ്റും ഉള്ളിൽ നട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ആക്കിയതാണ്. അവൾ ഇത് കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് കഴിക്കാം, വിശപ്പടക്കുമല്ലോ. ചൂടുവെള്ളമാക്കിയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അന്നേരം ഉറക്കം വന്നില്ല, വേദനയും പോയില്ല. ഞാനൊരു 4-4:30 ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിയത്. രാവിലെ എണീച്ചു. ഇന്ന് ഷോപ്പിൽ പോകണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെയായിരുന്നു ഞാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇന്നൊരു ഫുൾ ഡേ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായി. സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഞാൻ ഈ ഒരു ഡേ ഫുള്ളായിട്ട് ലീവ് എടുക്കും. രാവിലെ എണീച്ച ഉടനെ തന്നെ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് വല്ലാണ്ടെങ്കിൽ ടയർഡായിട്ടുണ്ടായിരുന്നു. അപ്പം ചൂട് വെള്ളത്തിൽ കുളിക്കുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടുമല്ലോ. അപ്പം നേരെ പോയി കുളിച്ച് വന്നു. ഇപ്പം സമയം പിന്നെ ഞാൻ നേരെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പുട്ടും പിന്നെ മുളകിട്ട് കറി അങ്ങനെ എന്തോ ആയിരുന്നു അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഫ്യൂവൽ ഫുൾ ഡൗൺ ആയിരുന്നു. പിന്നെ ഞാൻ എണീച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് പിറ്റേ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. പിന്നെ അന്ന് രാത്രി എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, 16th. അപ്പം ഞാൻ വിചാരിച്ചൊരു കുഞ്ഞ് ഹാമ്പർ പോലെ ചെറിയൊരു ഗിഫ്റ്റ് സെറ്റാക്കാമെന്ന്. ഗിഫ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ ഒരു എന്താ പറയുക, ബാക്കി കുറച്ച് ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്യേണ്ട ഒരു കുഞ്ഞ് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാം, ബർത്ത്ഡേൻ്റെ വിഷസും കാര്യങ്ങളൊക്കെ എഴുതാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നുണ്ടായത്.
അപ്പോൾ ഇന്നാണ് നമ്മുടെ ബർത്ത്ഡേ. ഇന്ന് രാവിലെ എനിക്ക് ഷോപ്പിൽ പോകണം. അതിനുശേഷം ഈവനിങ് ആണ് ഞാൻ അവളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഞാൻ മനഃപൂർവ്വം ചന്ദുവിനെ 12 മണിക്കൊന്നും വിഷ് ചെയ്തിട്ടേ ഇല്ല. ഇപ്പോൾ ഒന്ന് 12 മണിക്ക് വിഷ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ തവണയെല്ലാം വിഷ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഇത്തവണ ഒന്നും ചെയ്തിട്ടില്ല, മെസ്സേജ് അയച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവളിപ്പോൾ മെസ്സേജ് അയച്ചെല്ലാം ഞാൻ സീനാക്കി വെച്ചിട്ടുണ്ട്. അവളിങ്ങനെ പറഞ്ഞ് എൻ്റെ ക്ലോസ് ലിസ്റ്റിലുള്ള ഈ കുറച്ചാൾക്കാരിൽ ഇനി ഒരാളുണ്ട് വിഷ് ചെയ്തിട്ടില്ല, ഞാൻ മിണ്ടൂലെല്ലാം പറഞ്ഞിങ്ങനെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെസ്സേജൊന്നും റിപ്ലൈ കൊടുക്കുന്നില്ല. ഞാൻ അങ്ങനെ ഭയങ്കര സ്റ്റബോണായിട്ട് നിൽക്കുകയാണ് ഗൈസ്. എനിക്കറിയില്ല ഇതിപ്പോൾ സർപ്രൈസ് ആയിട്ട് മാറും, ഒരു ട്രാജഡി സ്റ്റോറി ആയിട്ട് മാറുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അവളെ സർപ്രൈസ് ചെയ്യിക്കാനാണ് ഇന്ന് വൈകുന്നേരം അവളെ വീട്ടിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഗിഫ്റ്റ് ഇങ്ങനെ സെറ്റായി. ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് ക്യൂട്ടായിട്ടുള്ള കുറച്ച് സാധനങ്ങളും മെയിനായിട്ടുള്ള ഗിഫ്റ്റായിട്ട് ഒരു വാച്ചുമാണ് വെച്ചിട്ടുണ്ടായത്. അപ്പം ഞാനത് ഇതിനകത്ത് ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇതല്ലാണ്ട് പിന്നെ ഒരു സാധനം കൂടി ഉണ്ട്. അത് ചിലപ്പോൾ അവിടെ നിന്ന് തുറക്കുമോ, അവിടെ നിന്ന് തുറക്കുമ്പോൾ കാണിക്കുക അല്ലേ, ഇപ്പോൾ പറയാല്ലേ. ഓക്കെ, ഞാൻ വാച്ചാണ് വേറെ കൊടുക്കുന്നത്. വാച്ച് എൻ്റെ കയ്യിലല്ല ഉള്ളത്, ഏച്ചിൻ്റെ കയ്യിൽ. അപ്പോൾ അവിടെ കൊണ്ടുതരണം. അത് തന്ന് അതുകൂടി എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ അവളെ വീട്ടിൽ പോകും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഇപ്പം സമയം 4:15. ഞാനിവിടുന്ന് സാധാരണ ഒരു 4:30 ആകുമ്പോഴാണ് ഇറങ്ങാറ്. പക്ഷെ അവൾ കുറച്ചും കൂടി ലേറ്റാകും തോന്നുന്നു. അപ്പം ഒരു 5 മണിക്ക് ശേഷമായിരിക്കും ഞാൻ പോകുന്നുണ്ടാവുക. ഞാൻ അവളെ ഏട്ടന് മെസ്സേജ് അയച്ചിട്ടുണ്ടായി, പക്ഷെ ആൾ കണ്ടിട്ടില്ല. അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പോയി നോക്കാമെന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഇല്ലെങ്കിൽ തൊട്ടടുത്ത് അവളെ ഫാമിലി ഉണ്ട്, അപ്പോൾ അവർ കൊടുക്കാം. അപ്പം നമുക്ക് ഇറങ്ങാം. ഞാൻ ഇവിടെ നിന്ന് വിട്ട സമയത്ത് ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു. അതിനുശേഷം അവളുടെ നാട്ടിലേക്ക് ഉള്ള ബസ്, അതും നല്ല തിരക്കുള്ള ബസ്സായിരുന്നു കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെ അവളുടെ വീട്ടിൽ ഇതേ പോയിക്കൊണ്ടൊക്കെയാണ്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ആൾ വീട്ടിൽ ഉണ്ടാവില്ലേ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ദൂരത്ത് നിന്ന് ഞാൻ കണ്ടു അവളുടെ അമ്മ പുറത്ത് വെക്കുന്ന കേട്ടോ. അങ്ങനെ ആള് ചെന്ന് വീഡിയോ എടുക്കണ്ടെന്നായിരുന്നു ആദ്യം പറഞ്ഞുകൊടുക്കുന്നത്. പിന്നെ നമ്മൾ രണ്ടാളും കൂടി ഉള്ളൊരു തീരുമാനത്തിൽ അവൾ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. ആളെന്നെ കണ്ടിട്ട് ഭയങ്കര അധികം സർപ്രൈസ്ഡായി. ആളെ മുഖം കാണണ്ടായിരുന്നു. ഞാൻ ആ ഒരു മുഖത്തിന് വേണ്ടിയിട്ടായിരുന്നു ഗ്ലേസ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇവളോട് ഇത് ഇന്നത്തെ ദിവസം നടന്നതൊക്കെ പറയുന്നു, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, മനഃപൂർവ്വമാണ് വിഷയം ചെയ്യാതെ ഇരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സാധനം കൊടുത്തു. ഓരോ ഗിഫ്റ്റ് തുറക്കുന്നതിന് അവൾ ഇങ്ങനെ ഓരോ സ്നേഹപ്രകടനം എന്നിൽ കാഴ്ചവെച്ച് കൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. ഞാനും ഒന്നും അങ്ങോട്ട് എനിക്കെന്താ പറയുക, എനിക്ക് സന്തോഷമായി ആക്ച്വലി. പക്ഷേ എനിക്കതൊന്നും പുറത്ത് കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ തിരിച്ചു പോകേണ്ട ഒരു ആലോചനയായിരുന്നു. ഇപ്പം തന്നെ 6:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്ത് നമ്മൾ പിറ്റേ ദിവസമായി. ഇന്ന് സൺഡേ ആണ്. ഇനി നമുക്ക് കുറച്ച് സെൽഫ് കെയറും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞായറാഴ്ച മാത്രമാണ് ഇപ്പോൾ ഓഫുള്ളത്. അപ്പം ആ ഒരു ഡേ മാക്സിമം കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം ആദ്യത്തെ ടാസ്ക്കായിട്ട് ഞാൻ ട്യൂഷനൊക്കെ എടുത്ത് കഴിച്ചു. കാരണം ഈ ഒരു വീക്കിൽ ഒരു ഡേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, പീരിയഡ്സ് ആയ ഒരു ഡേ ഞാൻ എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഒരു ഡേ കൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്ക് എക്സാമൊക്കെ തുടങ്ങാറായി. നാളെ മുതൽ എക്സാം ഉണ്ട്, അതായത് തിങ്കളാഴ്ച മുതൽ എക്സാം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എണ്ണ ഇടാൻ വേണ്ടിയിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഇങ്ങനത്തെ ഒരു വലിയൊരു കോംബോ ഉപയോഗിച്ചിട്ടാണ് ബ്രഷ് ചെയ്യുന്നത്. അതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലൊരു മാർഗ്ഗം എന്ന് വെച്ചാൽ നമ്മളെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ ജട പൊക്കുന്നതാണ്. നോർമലി ഞാൻ സാധാ വെളിച്ചെണ്ണയിൽ എന്തെങ്കിലും കറിവേപ്പില എന്തെങ്കിലും ഉപയോഗിച്ച് ചൂടാക്കിയിട്ടാണ് തലയിൽ തേക്കാറ്. ഇന്ന് ഞാൻ പാരച്യൂട്ടിൻ്റെ ഒരു വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അത് പാമിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി കൊടുത്തിട്ട് നേരെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. എൻ്റെ അത്യാവശ്യം നല്ല ഫ്രിസി ഹെയർ ആയതുകൊണ്ട് എനിക്ക് സ്റ്റാൻസിലും കൂടി നന്നായിട്ട് അപ്ലൈ ചെയ്യണം വെളിച്ചെണ്ണ. ഇല്ലെങ്കിൽ മുടി കുറച്ച് നന്നായിട്ട് പിന്നെയും ഫ്രിസി ആവുന്ന പോലെ തോന്നാറുണ്ട്. ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാർഗം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്തിട്ടോ മെസ്സേജ് അയച്ചിട്ടോ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണം. കാരണം മുടി എന്നെ വല്ലാതെ ഉരുട്ടുന്നുണ്ട്. ഇപ്പോൾ എന്നാലും മുടി ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കിയപ്പോൾ സമയത്ത് കുറച്ചും കൂടി മാനേജബിൾ ആണ് എനിക്ക്. അല്ലെങ്കിൽ ഒട്ടും തന്നെ എന്താ പറയുക, സ്പ്ലിറ്റൻസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആകെ മൊത്തം ഡാമേജ്ഡ് ആയിരുന്നു എൻ്റെ ഹെയർ.
എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്താലോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതും എനിക്കൊരു എന്താ പറയുക ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ഞാനിപ്പം ഉള്ളത്. നെക്സ്റ്റ് ഞാൻ വിചാരിച്ചു കുറച്ച് നെയിൽസിന് വേണ്ടിയിട്ടുള്ള ടൈം കൊടുക്കാമെന്ന്. ഞാനങ്ങനെ എപ്പോഴും നെയിൽ പോളിഷ് മാറ്റുന്ന ഒരാളങ്ങനെയൊന്നുമല്ല. എൻ്റെ കയ്യിലെ നഖം എന്ന് പറയുന്നത് ബ്രിട്ടിലാണ്. അപ്പം എനിക്ക് ഒരു കോട്ട് ഓഫ് നെയിൽ പോളിഷ് ഇല്ലാതെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്നത് പോലെ തോന്നാറുണ്ട്. എസ്പെഷ്യലി ഞാൻ കുറച്ച് നന്നായിട്ട് വെള്ളത്തിൽ എന്തെങ്കിലും ചിലവഴിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. സോ എൻ്റെ കാലിലെ നഖവും കയ്യിലെ നഖവും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ മാക്സിമം കയ്യിൽ നെയിൽ പോളിഷ് ഇട്ട് നടക്കാറുണ്ട്. കാലിലും മിക്കവാറും എൻ്റെ കാലിൽ നെയിൽ പോളിഷ് ഉണ്ടാവും. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് സമയം നെയിൽ പോളിഷ് ഒന്നും ഇടാണ്ട് നിൽക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ കയ്യിൽ എനിക്ക് ഒട്ടും പറ്റില്ല നെയിൽ പോളിഷ് ഇടാണ്ട്, പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും കേട്ടോ. ഷോർട്ട് നെയിൽസൊക്കെ ആണെങ്കിൽ എന്നാലും കുറച്ച് കാലം അങ്ങനെ ലാസ്റ്റ് ചെയ്ത് പോകും. ഇപ്പോൾ ഇത്തിരി ലോങ് ആയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് വേറെ ഒന്നും തന്നെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതെന്തായാലും കുറച്ച് നെയിൽ പോളിഷൊക്കെ ഇട്ട് സെറ്റാക്കി വെക്കണം. ഇനി നെയിൽസൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കാം. റൈറ്റ് ഹാൻഡിൽ നെയിൽസ് ഞാനൊരു 4-5 ദിവസം കൂടുമ്പോൾ എന്തായാലും വെട്ടി കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കേണ്ടതാണല്ലോ. അപ്പം ഇവിടെ ലെഫ്റ്റ് ഹാൻഡിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് മാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ കാലിലെ നെയിൽസും കൂടി ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫയൽ ചെയ്ത് കൊടുക്കും, ഒന്ന് ഷേപ്പൊക്കെ ആക്കി കൊടുക്കും. അതാണ് മെയിനായിട്ടുള്ള പരിപാടി. ഇതൊന്നും അങ്ങനെ എല്ലാ ആഴ്ചയും ചെയ്യുന്ന ഒരു പരിപാടിയൊന്നുമല്ല. എനിക്ക് മൂഡ് കിട്ടുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, വലിയ നഖം വെക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാനിത് ഈ ഒരു സംഭവം കൊണ്ട് ഉള്ളിൽ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാലിലെ നഖവും കൂടിയിട്ട് ഒന്ന് വെട്ടി കൊടുക്കുന്നുണ്ട്. മുഖത്ത് എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കുറേ കാലമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഫേസ് പാക്ക് ഇടാന്ന്. ഇത് ധാത്രിയുടെ ഫേസ് പാക്കാണ്. ഇവിടെ കണ്ടതാ, ആരുപയോഗിച്ചത് എനിക്കറിയില്ല. അപ്പം ഇവിടെ കണ്ട സമയത്ത് എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കിയ സമയത്ത് ഇല്ല, കഴിഞ്ഞിട്ടില്ല. അത് 2026 വരെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കെടുപ്പ്. അത് തൈരിൽ മിക്സ് ചെയ്തിട്ടാണ് തേക്കുന്നുണ്ടായത്. നിങ്ങൾക്ക് റോസ് വാട്ടറോ അല്ലെങ്കിൽ നോർമൽ വാട്ടറോ എന്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ നേരെ കുളിക്കാൻ വേണ്ടി പോയി. ബോഡി വാഷും പിന്നെ ഒരു ഷാംപൂ. ഇത് ഞാനിപ്പോൾ പുതിയതായിട്ട് ഇന്ന് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഹെയർ മാസ്ക് ആണ്. നല്ല നറിഷിങ് ആണെന്നാണ് കേട്ടിട്ടുള്ളത്. നമുക്കത് ചോദിച്ച് നോക്കാം. പിന്നെ ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലോറിയൻ്റെ സംഭവം കേട്ടോ. ഇനി ഞാനത് ഈ ഒരാഴ്ചയ്ക്ക് വേണ്ട ഡ്രസ്സാണ് എടുത്ത് വെക്കുന്നത്. 5 ദിവസത്തെ ഡ്രസ്സ് ഞാനിത് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ എൻ്റെ മൂഡ് അനുസരിച്ചിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ഇടാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ ഞാൻ കൂടുതലായിട്ടും രാവിലെ സമയം പോക്കുന്നത് ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 5 എണ്ണത്തിൻ്റെ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എടുത്തിട്ടാൽ മതിയല്ലോ. പിന്നെ ഫൈനലി കിടക്കുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാമെന്ന്. ഇത്രയും ടൈം ഞാൻ നെയിൽസിനൊന്ന് റെസ്റ്റ് കൊടുത്തു, നെയിൽ പോളിഷൊന്നും ഇല്ലാണ്ട്. ഞാൻ എപ്പോഴും അങ്ങനെ എന്തായാലും ഇട്ട് നടക്കുന്ന അങ്ങനെയൊന്നും അല്ല. ഇപ്പോൾ ലോങ് നെയിൽസ് ആയതുകൊണ്ട് ഞാനത് ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. പിന്നെ ഫെസ്റ്റീവ് സീസൺസൊക്കെ അല്ലേ വരുന്നത്, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെ വളർത്തണം. അപ്പം നമുക്ക് കുറച്ച് കെയർ ചെയ്താൽ മതിയാവും. നമുക്കൊന്ന് നഖത്തിനൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് കിടന്നുറങ്ങാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു 3 ദിവസത്തെ വ്ളോഗ് ഒരുമിച്ചിട്ടാണ് ഇടുന്നത്. ഷോപ്പിൽ പോകുന്നത് കൊണ്ടാണ് എനിക്ക് മര്യാദയ്ക്ക് വീഡിയോസൊന്നും ഇടാൻ വേണ്ടി പറ്റാത്തത്. നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് വരാം. അപ്പോൾ ടിൽ ദെൻ